എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ വോട്ടർമാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാന അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക കുറ്റമറ്റമാക്കുന്നതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് വളരെ ലളിതമായി മൊബൈലിലൂടെ എങ്ങനെ പരിശോധിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി പ്രധാനമായും 3 വഴികളാണുള്ളത്. ആദ്യത്തേത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ voters.eci.gov.in ഓപ്പൺ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സെർച്ച് യുവർ നെയിം ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വോട്ടർ ID നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും നൽകിയോ സെർച്ച് ചെയ്ത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. രണ്ടാമത് ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാം. ആപ്പ് തുറന്ന് സെർച്ച് യുവർ നെയിം ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് EPIC നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകിയോ സെർച്ച് ചെയ്ത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ഇനി നിങ്ങളുടെ ബൂത്തിലെ മുഴുവൻ വോട്ടർമാരുടെ പട്ടിക PDF രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചീഫ് ഇലക്ടോറൽ ഓഫീസറുടെ വെബ്സൈറ്റായ ceo.kerala.gov.in ഓപ്പൺ ചെയ്യുക. ഹോം പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കേരള SIR ഫൈനൽ ഇലക്ടോറൽ റോൾ 2026 എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ ജില്ല, നിയമസഭാ മണ്ഡലം, ബൂത്ത് നമ്പർ ആൻഡ് ക്യാപ്ച കൂടി നൽകിയാൽ മലയാളത്തിലുള്ള വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അന്തിമ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം വിനിയോഗിക്കാൻ അത്യാവശ്യമാണ്. ഇനി പട്ടികയിൽ പേര് കാണുന്നില്ലെങ്കിൽ പരിഭ്രാന്തരാകേണ്ടതില്ല. പേര് ചേർക്കാൻ വിട്ടുപോയവർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ പോർട്ടൽ വഴി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായ ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.